ഈ എല്ലാവരും കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ജനിക്കുന്നത്. ക്രൈം എന്ന് പറയുന്നത് അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും ദേഷ്യം മാറ്റാൻ പോകുന്നെങ്കിൽ അവരാണ് നമ്മളെ വെൽക്കം ഫ്രസ്ട്രേഷൻ തീർക്കാൻ. വെൽക്കം ചെയ്യുക. ആ, അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ചീത്ത പറയാം. എൻ്റെ ആ സീന് വല്ലാതെ വൈറലായി. അതെ. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ അങ്ങനെയുള്ള ഒരാളായി കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. മനസ്സിലെ നായകൻ മമ്മൂട്ടിയാണോ? അതെ, എന്നെ സംബന്ധിച്ചത് തൊണ്ടി മുതലാണ്. കാരണം വെച്ചാൽ ഞാൻ അതിലല്ലേ ഉള്ളത്. ആക്ഷൻ ഹീറോ വീട്ടിൽ ഞാനില്ല. അപ്പോൾ തൊണ്ടി മുതലാണ് ഏറ്റവും നല്ലത് എന്നെ സംബന്ധിച്ച്. അല്ലാതെ വിരമിച്ച് നമ്മളതിൽ പോയി നമ്മൾ സൈഡ് ഔട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം വീഡിയോ എടുത്ത് വെക്കും. പിറ്റേ ദിവസം ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്നതായിരിക്കും അതിൻ്റെ ഡയലോഗ് കാര്യങ്ങൾ. അപ്പോൾ വൈഫലം പറഞ്ഞ് വെറുതെ ഇങ്ങനെ പോയിട്ട് പോലീസല്ലേ, വെറുതെ അവരെ പൈസ കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ വേണ്ട. പിന്നെ തിയേറ്ററിൽ നിന്ന് അവർ ആൾക്കാർ കൂക്കി വിളിക്കണ്ട. ഈ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു രംഗമുണ്ട്. അതായത് അതെ. ഒരു വീട്ടിൽ കളവ് ചെയ്തിട്ടുള്ള ഒരു അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു പോലീസ് സംഘം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡെയിലി ലൈഫ് സംഭവങ്ങളും കൂടി കടന്നു പോയിട്ടുണ്ടാവില്ല. അതായത് ഗതികേട് കൊണ്ട് ക്രൈമുകൾ ചെയ്തു പോകുന്ന ആളുകൾ. അങ്ങനെ വിഷമിച്ച് നിന്നുപോയ അനുഭവം ഉണ്ടോ? അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഒരുപാട്, അതായത് ഇപ്പം നമ്മളൊരു പോലീസ് ജീവിതം രാവിലെ ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ രാവിലെ 8 മണിക്ക് തുടങ്ങി. അപ്പോൾ 8 മണിക്ക് നമ്മളെ വരവേൽക്കുന്ന തന്നെ തലേന്ന് രാത്രി പിടിച്ചുകൊണ്ട് വെച്ച ആളായിരിക്കും. ഉം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും ദേഷ്യം മാറ്റാൻ പോകുന്നെങ്കിൽ അവരാണ് നമ്മളെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ. വെൽക്കം ചെയ്യുക. ആ, അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ചീത്ത പറയുക. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് ക്രൈം അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളിൽ കൂടി നമ്മളും കൂടി അതിലൊരു ഇന്റർമീഡിയറ്റ് ആവും. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കും, നമ്മളത് ഒതുക്കാൻ നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ പിടിച്ചു കൊണ്ടുവരും, അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരെ ചില സങ്കടങ്ങളുണ്ടാവും. ഒരുപാട് അങ്ങനെയുണ്ട്. ഈ എല്ലാവരും കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ ജനിക്കുന്നത്. ക്രൈം എന്ന് പറയുന്നത് അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇന്റൻഷനലി ഒരു ക്രൈം ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു വികാര വിക്ഷോഭത്തിൻ്റെ ഇതിലാണ് ഒരു 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 70 എൻ്റെ ഒരു അഭിപ്രായമാണ്. ഒരു 70% ക്രൈമും ഉണ്ടാകുന്നത്. അതിനുശേഷം അവരതിന് ഒരു പശ്ചാത്താപം ഉണ്ടാകാറുണ്ട്. സംസാരിച്ച് അങ്ങനെ ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരാനും സാന്ത്വനിപ്പിക്കാനും ഒക്കെ സാധിച്ച അനുഭവങ്ങളുണ്ടോ? സംസാരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ഫാമിലി പ്രശ്നം, ആ. അല്ലെങ്കിൽ നൈബേഴ്സ് തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നം, റിലേറ്റീവ്സ് തമ്മിലുള്ള പ്രശ്നം. അങ്ങനെ ആ പ്രശ്നങ്ങൾ വളരെയധികം ഭയങ്കര പ്രശ്നമായി അത് വലിയൊരു ഒരു ക്രൈമിലെത്തി നിൽക്കും എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ അവർ പരാതി കൊണ്ടുവരും. ഉം. പരാതി വരുമ്പം ആദ്യമൊന്നും അവർ രണ്ടാളും ഞാൻ വിശ്വസിക്കുന്നതാണ് വലുത്, ഞാൻ ചെയ്യുന്നത് ശരി എന്ന് വിചാരിക്കും. അതിൻ്റെ നടുക്ക് രണ്ടാളെ തെറ്റുകളും നമ്മൾ എടുത്തുകൊണ്ട് നടുക്ക് പോലീസിൻ്റെ ഒരു ശരി പറയും. ഉം. ഉം. അപ്പോൾ ആ പോലീസിൻ്റെ ശരി വിജയിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പോലീസ് ഈ വെച്ചാൽ കൗമാരം കഴിഞ്ഞിട്ടുമില്ല എന്ന യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു അവസ്ഥയിലുള്ള ചെറുപ്പക്കാര് ഉം. ചെറുപ്പക്കാരികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അവരുടെ ഭാവിയെ മുൻകണ്ട് അവരെ വെറുതെ വിടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഉപദേശിച്ചു വിടുന്ന സംഭവങ്ങൾ ഇപ്പം വാഴ എന്നുള്ള സിനിമയിൽ ഉൾപ്പെടെ അതെ, അങ്ങനെയുള്ള അതെ, അതെ. സന്ദർഭങ്ങളുണ്ടല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനല്ല ചെയ്തത്. ആ, ആ. അതായത് ഓരോ മേലധികാരി ആ. അതായത് മേലധികാരി നമ്മളൊരു സ്റ്റേഷൻ തന്നെ SHO ആണ്. അപ്പം അങ്ങനെ ഒരുപാട് എന്ന് വെച്ചാൽ ചില ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ജീവിതത്തിൽ അവർ വരുമ്പോൾ അവർ ഒരുപാട് ഈ പറയുന്ന പ്രതീക്ഷകളും ലക്ഷ്യങ്ങളെല്ലാം ഉണ്ടാവും. ഉം. ആ ഈ ഒരു നിമിഷത്തെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ലഹരി എന്നുള്ളത് മാത്രമല്ല കേട്ടോ. ലഹരിയല്ല, ആ, അതെ, അതെ. ലഹരിയല്ല, ആ, അതെ. അത് വേറെ വേറെ അതെ, അത് വിഭാഗം. വേറൊരു അത് ഏരിയയാണ്. വേറെ ആ, ഏരിയയാണ്. അതെ, അതെ. അല്ലാതെ ഒരു നിമിഷത്തെ ഈ പറയുന്ന പെട്ടെന്ന് ദേഷ്യം വരിക, ഉം. പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സ്നേഹ കൂടുതൽ കൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉം. അങ്ങനെ ചെയ്ത കാര്യങ്ങളിൽ അവരെ നമുക്ക് കേസെടുത്ത് നമ്മൾ അവരെ ജയിലിൽ പോയാൽ വീണ്ടും ഇതേപോലെ പ്രശ്നമാവുക ചെയ്യുക. ഉം. അങ്ങനെ ചില കാര്യങ്ങൾ അവരെ പറഞ്ഞ് എല്ലാവർക്കും ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങനെ സോൾവ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയിൽ പലപ്പോഴും പോലീസുകാർ ഈ കമിതാക്കളുടെ ഒക്കെ ആ, രക്ഷകന്മാരായിട്ട് എത്തുന്ന ആ, സന്ദർഭങ്ങൾ ഒരുപാട് ആ, ഉണ്ടായിട്ടുണ്ട്. ആ. എപ്പോഴെങ്കിലും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കല്യാണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കല്യാണം നടത്തേണ്ടി വന്നിട്ടില്ല. ആ, പക്ഷെ എങ്കിൽ അതിനുള്ള സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ. പക്ഷെ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുമുണ്ട്. അങ്ങനെ അതായത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ നടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉം, 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 പോലീസ് സ്റ്റേഷനല്ല, നമ്മൾ പോലീസ് ഇതാക്കിയിട്ട് നമ്മൾ അമ്പലത്തിലോ ഉം. അവരെ എവിടെയാന്ന് അവർക്ക് താല്പര്യം വെച്ചാൽ അവിടെ കൊണ്ടുപോയി അത് അവർ രണ്ടാളും പറയുന്ന റീസൺ നമ്മൾ കേൾക്കും. ആ. കേട്ടതിന് ശേഷം നമുക്കൊരു അങ്ങനത്തെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? അല്ല അങ്ങനെ അല്ല, പേരുകൾ പറയണ്ട. അല്ല, ഇതെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക്
പോലീസാണ്. ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പോഴും നമുക്ക് അവര് നല്ല ഓ. രീതിയിലുള്ള ജീവിതം ഇപ്പം നയിക്കുന്നുണ്ടാവും. ഓക്കെ ഏതെങ്കിലും ഓക്കെ. തരത്തിൽ നമ്മളവരെ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അവരെ സന്തോഷം ആണ് ആ സമയത്ത് പോലീസിനുണ്ടായ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യം. സുരക്ഷയും സന്തോഷവും. അവരുടെ സുരക്ഷ. അതിപ്പോഴും ഉണ്ട്. അങ്ങനെയുണ്ട്. ഓ ഓ ഓ ഓ, ഓ. ഈ ഇപ്പൊ പൊതുജനത്തിനും മീഡിയയ്ക്കും അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ തന്നെ ഈ മേലധികാരികൾക്കും ആ. മേലധികാരി വെച്ചാൽ ഒരു പരിധി വിട്ടൊരു മേലധികാരികൾക്കും അറിയാത്ത ചിലപ്പോൾ രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമല്ലോ. അതെ. അതായത് ഉം. പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ വലുതാവാതിരിക്കാൻ വേണ്ടി തന്നെ ഇത് ഒളിപ്പിച്ച് വെക്കുന്നത്. ഇതൊരു പ്രഷറായിട്ട് ഉള്ളിൽ രൂപപ്പെടുന്ന അവസ്ഥകളുണ്ടോ? ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം. കുറേ കാര്യങ്ങൾ ഡിപ്ലോമസിയുടെ പേരിൽ, കുറേ കാര്യങ്ങൾ സീക്രസിയുടെ പേരിൽ. അങ്ങനെ അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ? അല്ല, അങ്ങനെ മാനസിക ബുദ്ധിമുട്ട് അങ്ങനെ അനുഭവിക്കാറില്ല. കാരണം വെച്ചാല് നമ്മള് ഇന്നസെന്റ് ചേട്ടന്റെ സിനിമയിൽ ഒരു സിനിമയിൽ കഥാപാത്രം ഉണ്ടല്ലോ. ആ. മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. മരത്തിനോട് പോയി പറയുന്നത്. കാര്യത്തില് അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കില് നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. ഉം. സ്ട്രെസ് ഉണ്ടായിട്ടുണ്ട്. അനുഭവിക്കാറുണ്ട്. നമുക്കിത് ആരോടും പറയാൻ പറ്റൂല. ഉം. നമ്മള് ഈവൻ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പറയാൻ പറ്റൂല. ഭാര്യയോടോ? ആ. ചില അത് പറഞ്ഞാല് ഒരുപക്ഷെ അവർ ഏത് രീതിയിൽ ഇത് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മളെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങള് എല്ലാവർക്കും അത് അതേ രീതിയില് അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല. ഉം. അങ്ങനെ ഉം. ഒരു ഉം. പ്രശ്നമുണ്ട്. ഉം. അങ്ങനെ ആ സമയത്ത് കുറച്ച് സ്ട്രെസ് എല്ലാം ഉണ്ടാവാറുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പോലീസ് ജീവിതത്തില് ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷം ഏതാണ്? ഏറ്റവും അധികം ആത്മാഭിമാനം കൊണ്ട് നിറഞ്ഞ നിമിഷം ഏതാണ്? ഒരുപാട് എന്നുവെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡെല്ലാക്കി അങ്ങനെ ഒരുപാട് പ്രതികളെ പിടിക്കുമ്പോൾ, ആ കേസ് ശിക്ഷിക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിന്റെ പോലീസ് മെഡൽ കിട്ടിയ സമയത്ത്. അങ്ങനെ ഒരുപാട് സമയത്തുണ്ട്. ഗുഡ് അതേപോലെ തന്നെ സർവീസ് സെന്റർ കിട്ടിയപ്പോ? ഔട്ട് സെൻഡർ കിട്ടിയ സമയത്ത്. അങ്ങനെ അതിന് കുറേ സംഭവങ്ങളുണ്ട്. ഒരുപാട് 10, 100-ലധികം ഇതേപോലെ തന്നെ അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോ സന്തോഷമാണ്. പക്ഷേ സന്തോഷം എപ്പോഴും സ്ഥായി ആയിരിക്കൂല. ആ ഉം. സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. ആഹ്. പിന്നെ ആഹ്. നമ്മൾ അതിനെക്കാട്ടി വേറൊരു പ്രശ്നത്തിൽ വരും. അപ്പോൾ അന്നേരം ഈ സന്തോഷം പോവും. അടുത്ത സന്തോഷത്തിന് വേണ്ടി നിൽക്കും. പക്ഷെ അങ്ങനെ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഏരിയയും കൂടിയാണ് സാർ. അതെ. അതായത് ഇപ്പോ ഉള്ള ശിവദാസൻ എന്ന് പറയുന്ന ആള് പോലീസുകാരൻ മാത്രമല്ല. സിനിമാ നടനും പോലീസുകാരനുമായ ശിവദാസൻ എന്നാണ്. അപ്പൊ എന്ത് ചെയ്താലും വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം സിനിമ എന്നും ആളുകൾക്ക് കൗതുകമുള്ള, ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള, ആളുകൾക്ക് ഒരു ജിജ്ഞാസയുള്ള ഒരു ഏരിയയാണ് എല്ലാ കാലവും സിനിമ. അപ്പൊ ഇന്ന് നമ്മൾ ആളുകളോട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ അതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായും പോലും മനസ്സിലാക്കാതെ സാറിന്റെ മുഖം വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ പെരുമാറുമ്പോഴും അല്ലെങ്കിൽ ഇടപഴകുമ്പോഴും ആളുകളെ ഡീൽ ചെയ്യുമ്പോഴും ഒക്കെ ഒരു അധിക ശ്രദ്ധയുണ്ടോ ഇപ്പോൾ? അധിക ശ്രദ്ധ ഉണ്ട്. അധിക ശ്രദ്ധ ചില സമയം നമ്മള് മനുഷ്യരല്ലേ. ചില സമയം നമ്മള് ശ്രദ്ധ ഇല്ലാണ്ടായി പോകും. അപ്പോൾ അധിക ശ്രദ്ധ എന്ന് വെച്ചാൽ അതായത് എ കോപ്പി ഈസ് ഓൾവേസ് എ കോപ്പ് എന്നാണ് സിനിമ സുരേഷ് ഗോപി സാറ് പറഞ്ഞ ഡയലോഗ്. അതെ, അതെ, അതെ. അപ്പോൾ എപ്പോഴും പോലീസുകാരൻ റിട്ടയർ ചെയ്താലും പോലീസുകാരനായിരിക്കും എന്നാണ് നമ്മളൊരു ഒരു വെപ്പ്. ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ഉം. പക്ഷെ ചില സമയം നമ്മളത് തെറ്റിപ്പോകും. അത് ഉം. ഉം. അത് മനുഷ്യ സഹജമല്ലേ. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപഴകുമ്പോൾ അന്നേരമെല്ലാം നമ്മൾ ആ ഒരു പോലീസിൻ്റെ ആ ഒരു ശരി വഴിയാണ് ഉം. നമ്മൾ സഞ്ചരിക്കാൻ താല്പര്യം. ഉം. അങ്ങനെ ഞാൻ സഞ്ചരിക്കുന്നത് ഇതുവരെ ഈ ഒരുപാട് പോലീസ് കഥകൾ മനസ്സിലുണ്ടല്ലോ. ഉണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. ഇപ്പോൾ ഷാഹി കബീർ എഴുതുന്നുണ്ട്. ഇപ്പോൾ സിബി തോമസ് സാർ അദ്ദേഹവും തിരക്കഥ എഴുതുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര് എഴുതുന്നുണ്ട്. സാറും പേഴ്സണലി സാറിൻ്റെ ഈ സർവീസ് ലൈഫ് എക്സ്പീരിയൻസസ് വെച്ചുകൊണ്ട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ ആലോചനയുണ്ടോ? സിനിമ തല എഴുതി വെച്ചിട്ടുണ്ട്. ആ. അതായത് എൻ്റെ 93-ലെ ട്രെയിനിങ് കാലഘട്ടം മുതൽ ഈ 2026 വരെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് ഒരു പോലീസ് എന്ന് പറയുന്നത് ഒരു സാധാരണ റിയൽ ലൈഫിലുള്ള എല്ലാ അനുഭവങ്ങളും കൂടി അവർക്ക് ആ അനുഭവങ്ങളിലേക്ക് കൂടി നടന്നു പോകാൻ പറ്റുന്നതാണ്. ഉം. ഉം. അതായത് ഒരാളെ ദുഃഖം, സന്തോഷം, സങ്കടം, ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യത്തിൽ നമുക്കെന്നെ തോന്നും ഭയങ്കര പാവം തോന്നും ചില ഉം. സമയത്തിൽ. അതെല്ലാം അങ്ങനെ ചില കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നതോ, നമ്മൾ പ്രതീക്ഷിക്കുന്നതോ, നാട്ടുകാർ പ്രതീക്ഷിക്കുന്നതോ ആയിരിക്കില്ല. ഭയങ്കര ട്വിസ്റ്റായിരിക്കും. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സിനിമയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ആയിരിക്കും. ഉം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഉം. ഉം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി വെച്ചിട്ട് ഒരു 1, 2 എഴുതി വെച്ചിട്ടുണ്ട്. ഉം. മനസ്സിലിങ്ങനെ കുറച്ച് പദ്ധതികളുണ്ട്, ഉം. പ്ലാനിംഗ് ഉണ്ട്. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷ ആഗ്രഹം. ആ ആഗ്രഹമാണ്.
അത് മനസ്സിലെ നായകൻ മമ്മൂട്ടിയാണോ? അതെ. അതെ. ഞാൻ അദ്ദേഹത്തിന് അറിയോ ഈ കാര്യം? എന്റെ ആഗ്രഹം മമ്മൂട്ടിയും ദുൽഖർ രണ്ടാളും കൂടിയുള്ളൊരു ഒരു അച്ഛനും മകനും ബാപ്പിയും മകനും ഇതുവരെ അങ്ങനെ ഒരു സിനിമയില് വന്നിട്ടില്ലാന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ആഗ്രഹമാണ്. അത് നടക്കോ ഇല്ലയോന്ന് അറിയില്ല. അദ്ദേഹത്തിന് അറിയോ ഈ കാര്യം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശൂന്യത പോലെ തോന്നുന്നുണ്ടോ? ഇനി ആ യൂണിഫോം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇനി ആ ഡെക്കോറം, പോലീസ് വണ്ടി, ബീക്കൺ വെച്ച വാഹനം, റൈറ്റർ, മാസ്റ്റർ ഒന്നുമില്ലാത്തൊരു സിനിമ ഉണ്ട് ഡെഫിനറ്റ്ലി. ചെണ്ടയുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അത് മിസ് ചെയ്യില്ലേ? അല്ല മിസ് ചെയ്യുന്നില്ല. ശൂന്യത ഉണ്ടാവാൻ പാടില്ല. ശൂന്യത എനിക്കില്ല. പക്ഷേങ്കില് നമ്മുടെ ജീവിതത്തില് നമ്മൾ ഓരോന്നിനും നമ്മൾ നിർബന്ധിതമായി വഴിമാറി കൊടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ വിരമിക്കുക എന്നുള്ളത് ജീവിതത്തിൽ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു സംഭവം. അപ്പൊ ആ വിരമിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന പല കാര്യങ്ങളും ഉം. നമ്മളിൽ ഉണ്ടാവില്ല. പക്ഷെ ആ എന്തെല്ലാണോ ഇല്ലാത്തത് അതിന് പകരമായിട്ട് പുതിയ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് ചെയ്യുക. ഉം. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ വിരമിച്ച് നമ്മളതിൽ പോയി ഉം. നമ്മളെ നമ്മൾ സൈഡ് ഔട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ, ആ. അപ്പം നല്ലൊരു വേറെ ഒരു ലൈഫ് തുടങ്ങുക സ്റ്റാർട്ടിങ് പോയിന്റ്. ഉം. നമ്മൾ റിട്ടയർ ചെയ്ത് ജൂൺ 1 മുതൽ വേറൊരു തരത്തിലുള്ള ലൈഫ് തുടങ്ങുന്നു. നമ്മളേതായ ഇഷ്ടങ്ങളും പോലീസ് നമുക്ക് എല്ലാ കാര്യവും നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. നമ്മളേതായ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും പിന്നെ അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു ഒരു പുതിയ ലൈഫ് ഉം. ജൂൺ 1 മുതൽ തുടങ്ങുകയെന്നാണ് നമ്മളിത്. പക്ഷേങ്കില് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഉം. ജീവിതത്തിൽ ഒരിക്കൽ പോലീസായാൽ എപ്പോഴും പോലീസായിരിക്കും. ആ, അതെ, അതിൽ അതെ. വിരമിക്കുക എന്നുള്ളത് അതൊരു ഒരു വേർഡിങ് മാത്രമേ ഉള്ളൂ. യെസ്, യെസ്, യെസ്. നമ്മളെപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ പോലീസായിരിക്കും. പോലീസുകാരെന്നേ പറയും. അല്ലാതെ നമ്മളെ വേറെ തരത്തിൽ പറയില്ല. ഉം, ഉം, ഉം. അതാണ് അതിന്റെ ഇത്. ഈ പക്ഷെ പോലീസ് എനിക്കെന്നെ മൊത്തത്തിലിപ്പോ ഒരു ദുഷ്പേരുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകളും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആരെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നിയമവിരുദ്ധമായി ഒരാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് അയാൾ മരണപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ സേനയ്ക്ക് മൊത്തമാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുക. ഇത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് കുറേ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ കയറിയാൽ പോലീസുകാരൻ പൈസ കൊടുക്കില്ല. അങ്ങനെ സിനിമകളിൽ പോലും അങ്ങനെ ഉണ്ടാവുമല്ലോ. പോലീസുകാരൻ ഈ കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓസിനാണ് കഴിക്കുക എന്നുള്ള അതെ, രീതിയിലൊക്കെ അതെ, ഉള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അത് ഉള്ളിലുള്ളിൽ ഒരു വിഷമായിട്ട് എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? പക്ഷേ ആരോ ഒരാൾ ചെയ്യുന്നതിന് നമ്മളും കൂടി പഴി കേൾക്കേണ്ടവരുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സിന് അതിൻ്റെ ഒരു അന്തസ്സിനെ ഭംഗം വരുത്തുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അങ്ങനെ വിഷമം തോന്നിയ അല്ല സന്ദർഭങ്ങളുണ്ടോ? അതെന്താ പ്രശ്നം വെച്ചാല് ആ. സമൂഹം അതായത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് പോലീസ്. യെസ്. അപ്പോ പോലീസ് ആയതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറിക്കാൻ പറ്റൂല. അപ്പോൾ ഉം. സമൂഹത്തിനുണ്ടാകുന്ന കുറേ നന്മകളും കുറച്ച് കോട്ടങ്ങളും കുറച്ച് തെറ്റുകളും പോലീസിനുണ്ട്. പോലീസിനുണ്ടോ? അപ്പോൾ അത് അവര് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. സമൂഹത്തിന്റെ ഭാഗം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഖേദിച്ചിട്ടോ ഇതൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ പോലീസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഏത് ഭരണം വന്നാലും സർക്കാരിന്റെ ഒരു മുഖമാണ്. ഉം. അതെ, അതെ, ഫസ്റ്റ് അതെ. തന്നെ പോലീസിൽ എന്തെങ്കിലും സംഭവം അത് ഭയങ്കരമായിട്ട് ഫ്ലാഷ് ആവും. അതെ, അതെ. വേറൊരു പോലീസിൽ ഡിപ്പാർട്ട്മെന്റിൽ അഴിച്ചുപണി അങ്ങനെ എന്നൊക്കെ ഉണ്ടാവില്ല. പറഞ്ഞ, അതെ, അതെ, അതെ. പോലീസിലാണ് അതിഭയങ്കരമായി ഫ്ലാഷ് ചെയ്യുക. അപ്പൊ അത് സമൂഹത്തിന്റെ ഭാഗവും സർക്കാരിന്റെ ഭാഗവും ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ സിനിമയിൽ ഇല്ലാത്ത സമയത്ത് ഈ സിനിമയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അതിമാനുഷിക കഥാപാത്രങ്ങൾ മന്ത്രിയെ ചീത്ത വിളിക്കുക, അതുപോലെ ഇപ്പോൾ മേലുദ്യോഗസ്ഥരോട് തട്ടിക്കയറുക, സസ്പെൻഷനിലിരിക്കുമ്പോഴും പോയി കേസ് അന്വേഷിക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഇവന്മാർ എന്താ കാണിക്കുന്നത്, ഇതിൻ്റെ ഒരു അംശം പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ, സിനിമയിലെ പോലീസല്ല ആ. യഥാർത്ഥ ജീവിതത്തിലെ പോലീസ്. സിനിമയില് ആൾക്കാരെ അതായത് പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ആ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. ഉം. യഥാർത്ഥ പോലീസ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് അല്ല. യഥാർത്ഥ പോലീസ് എന്ന് പറഞ്ഞാൽ ലോ ഇംപ്ലിമെന്റേഷൻ ആണ്. ഉം. നമ്മളെ ഒരു സമൂഹത്തിന് സാധാരണ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അവരുടെ ജീവനും സ്വത്തിനും നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതിൽ നമ്മളും കൂടി ഒരു പങ്കാളിയാവുക ഇന്ന്. ഉം. 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 ആ പങ്കാളിയാവുന്ന ഇതിൽ ഒരിക്കലും അവിടെ ഒരു എന്റർടൈൻമെന്റ് ഇല്ല. ഉം. ഉം. സിനിമ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം തന്നെ എന്റർടൈൻമെന്റ് ആണ്. അതിൽ കൊമേഴ്ഷ്യൽ ആയാലും അല്ലാതെ ആയാലും ആ ഒരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷേ റിയൽ ലൈഫ് പോലീസ് എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഉം. ആ പോലീസിങ് എന്ന് പറയുന്നത് ഒരു ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അത് വളരെയധികം സിൻസിയറായി നമ്മളെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും
ഉണ്ട്. അതാണ് പോലീസിന്റെ ഡ്യൂട്ടി. കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും അധികം റിയലിസ്റ്റിക് ആയിട്ട് പോലീസിനെ സമീപിച്ച സിനിമ ഏതാണ്? 'തൊണ്ടിമുതൽ' ദൃക്സാക്ഷിയാണോ? അതോ ആക്ഷൻ ഹീറോ ബിജു ആണോ? എന്നെ സംബന്ധിച്ച് തൊണ്ടി മുതലാണ്. കാരണം വെച്ചാൽ ഞാൻ അതിലല്ലേ ഉള്ളത്. ആക്ഷൻ ഹീറോ വിഷനിൽ ഞാനില്ല. അപ്പോ തൊണ്ടി മുതലാണ് ഏറ്റവും നല്ലത് എന്നെ സംബന്ധിച്ച്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് ഏറ്റവും സ്റ്റേഷനെ റിയലിസ്റ്റിക്. അതായത് ആക്ഷൻ ഹീറോ ബിജുവിനെക്കാട്ടിയും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് തൊണ്ടി മുതലാണ്. ഉം, ഉം, തൊണ്ടി മുതലിലെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ പോലീസിൽ പലതരത്തിലും നടക്കുന്നതും നമ്മൾ കേട്ടറിയുന്നതായ പല കാര്യങ്ങളുണ്ട്. ഉം, ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അല്ലെങ്കിൽ ഒരു സാധാ നാട്ടുകാരന് തൊണ്ടി മുതൽ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അയാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയ പോലെ ഉള്ളൊരു ഫീൽ ഉണ്ടാവും. കാരണം ഉം, വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഉം. അത് റിയലിസ്റ്റിക് ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. ആക്ഷൻ ഹീറോ ബിജു ഞാനില്ലാത്തതുകൊണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിനെക്കാട്ടി കൂടുതൽ ഇതാ ഇഷ്ടം. ഓക്കെ, ഓക്കെ. അതെ. ഈ കേട്ടിട്ടുണ്ട് ഈ 'തൊണ്ടിമുതൽ' ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ ശിവദാസ് സാറായിട്ടുള്ള ഇന്ററാക്ഷൻ കൊണ്ട് ആ ക്യാരക്ടർ ഇങ്ങനെ പതുക്കെ പതുക്കെ വലുതായി വലുതായി വരുമായിരുന്നു. ആദ്യം ഇത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. എങ്ങനെയാ ആ ഒരു കാര്യം നടന്നത്? എങ്ങനെയാ ശ്യാം പുഷ്കരൻ സാറായിട്ട് സംസാരിക്കുമായിരുന്നോ? ദിലീഷ് പോത്തനായിട്ട് സംസാരിക്കുകയാണോ? എങ്ങനെ ഈ കഥാപാത്രം ഇത്രയും വലുതായി മാറിയത്? അല്ല അതിലെന്ന് വെച്ചാല് സ്ക്രിപ്റ്റ് പ്രകാരം എനിക്ക് 3 സീന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉം. സ്റ്റേഷൻ റൈറ്റർ എന്ന് പറഞ്ഞത് 3 സീൻ. പക്ഷെങ്കിൽ അവര് സിനിമയില് അവരെല്ലാം ഭയങ്കര അതികായന്മാരാ. അവര് ഭയങ്കര പ്രഗത്ഭന്മാരാണ്. പക്ഷെങ്കില് പോലീസിനെ സംബന്ധിച്ച് പോലീസ് എന്നുള്ള രീതിയില് പോലീസിന്റെ അറിവുകളിൽ ഞാനും ഉം. മോശമല്ലാതെ പ്രാവീണ്യമുണ്ട് എനിക്ക്. ഉം. 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 അപ്പോൾ അവര് ഒരു സിനിമ ഷൂട്ട് ചെയ്യും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യും. ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസം എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത് നമ്മളോട് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. ഈ ഡയറക്ടർ ശാപുഷ്കർ സാർ എല്ലാവരും ഉണ്ട്. രാജീവ് രവി സാറ്. അപ്പോൾ ഞാനും സിബി സാർ നമ്മളെല്ലാവരും ഇരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം നമുക്ക് നല്ലോണം അറിയാലോ. ഉം. അവര് ആലോചിച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. ഉം. അത് പറയുമ്പം അവരത് അതിൻ്റെ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം വീഡിയോ എടുത്ത് വെക്കും. പിറ്റേ ദിവസം ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്നതായിരിക്കും അതിൻ്റെ ഡയലോഗ് കാര്യങ്ങൾ. അപ്പോൾ ഓ. അപ്പോൾ ഞാനും നിർബന്ധമായിട്ട് അതിൽ പെട്ടേ. യെസ്, യെസ്. അങ്ങനെ ആയി സിനിമ റിലീസ് ചെയ്യുമ്പോൾ 73 സീനിൽ ഞാനുണ്ട്. 3 സീനിൽ തുടങ്ങിയതാണ്. ഞാൻ പോലും അറിയാത്തൊരു സംഭവമാണ്. 73 സീനിലുണ്ട്. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ആദ്യത്തെ സിനിമയല്ലേ. ആ. പോകാനൊരു പേടി ഉണ്ടാവില്ലേ. ആ. അപ്പോൾ വൈഫെല്ലാം പറഞ്ഞ് വെറുതെ ഇങ്ങള് പോയിട്ട് പോലീസല്ലേ വെറുതെ അവരെ പൈസ കളഞ്ഞു എന്നുള്ളൊരു തോന്നൽ വേണ്ട. പിന്നെ തിയേറ്ററിൽ നിന്ന് അവർ ആൾക്കാർ കൂക്കി വിളിക്കണ്ട. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം വെയിറ്റ് ചെയ്തു. ഉം. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഒരുപാട് ആൾ എന്നെ വിളിച്ചു. സിനിമ അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ഉം. ഞാൻ എൻ്റെ മകനെ വിട്ടു കണ്ണൂർ സവിത ഉം. ടാക്കീസിൽ. ഉം. ഉം. അപ്പം മകൻ പോയി കണ്ടു. സിനിമ കണ്ടു വന്നിട്ട് പറഞ്ഞു വീട്ടിൽ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഒരു ധൈര്യമായി. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്കാർ കൈയടിക്കുന്നുണ്ട് പറഞ്ഞു. ഉം. അപ്പോൾ അങ്ങനെയാണ് സിനിമ കണ്ടത്. അപ്പോൾ അതൊരു നല്ലൊരു സിനിമയായി. ഒരുപാട് അവാർഡുകൾ ഉം. അതിന് കിട്ടി. അതിൽ പോലീസിൻ്റെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പോലീസിൻ്റെ കാര്യങ്ങൾ പോലീസിനെ അത്രയധികം ഇതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഡയറക്ടർ അവർ വിശ്വസിച്ചത് കൊണ്ടാണ് പോലീസിനും അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതിൽ ഏകദേശം 23ഓളം ഒറിജിനൽ പോലീസുകാരുണ്ട് ഉം. ആ ഉം. സിനിമയിലെ ഉം. കഥാപാത്രങ്ങളായിട്ട്. അവരെല്ലാം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു കോർഡിനേഷനായി, നല്ല രീതിയിൽ സിങ്കായി എല്ലാവരും. അതുകൊണ്ട് ആ സിനിമ അതിഭയങ്കരമായിട്ട് വിജയിച്ചു. അവരെ ഒരുപാട് പ്രാവീണ്യങ്ങൾ ആ സിനിമയിൽ കണ്ടു. അതായത് ഈ സിനിമ അതിൻ്റെ പിന്നണിയിലുള്ള ആൾക്കാരെ. അതുകൊണ്ട് നല്ല രീതിയിൽ വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ അഭിനയ ജീവിതത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമായിരുന്നു ഒരു ജാതകത്തിൽ. അത് അതെ. കുറച്ച് റിസ്ക്കും കൂടി ഉണ്ട് അതിനകത്ത് ചെയ്ത് അതെ. ഫലിപ്പിക്കുന്നതിൽ. അതെ. കാരണം ഒന്ന് ആ ഒരു നൂൽപ്പാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഒരു ക്യൂആർ കമ്മ്യൂണിറ്റി മൊത്തം വേദനിപ്പിക്കുന്നത് പോലെയാവും. അതെ. അതെ. അപ്പുറത്ത് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അത് ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അതെ. എന്നാൽ അതിനൊരു നർമ്മവും ഉണ്ട്. അതെ. എന്താ അങ്ങനത്തെ ഒരു വേഷം ടേക്കപ്പ് ചെയ്യാൻ ഉള്ള കാരണം? അതായത് വിനീത് ശ്രീനിവാസനെ കടന്നു പിടിച്ച് ചുംബിക്കുന്ന ഒരു രംഗം. അല്ല അത് അങ്ങനത്തെ ഒരു വേഷം ഞാനങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചതല്ല. ആ. അതായത് മോനാട്ടൻ്റെ സിനിമയിൽ ആ. ഒരു റോള് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ. അപ്പോൾ ഇവിടെ എൻ്റെ ഈ നാട്ടിലും എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലെല്ലാം ആ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. ഓ. ഓ. അപ്പോൾ ഓ. ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു. ഉം. അപ്പോൾ എനിക്ക് പറ്റിയ റോളില്ല. ഉം. എല്ലാം ബുക്ക്ഡായി. എനിക്ക് പറ്റിയ റോളില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഉം. അങ്ങനെ ആ റോളിന് വേറൊരാളായിരുന്നു നിശ്ചയിച്ചത്. ഓ. ഓ. അപ്പോൾ ഓ. ഈ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റായി ചെന്നൈയിലേക്ക് പോയി. ചെന്നൈയിലെ ലാസ്റ്റ് ഡേ ആണ് ഈ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു റോളുണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഉം.
പിന്നെ ഞാൻ ആലോചിച്ച നേരം എനിക്ക് തോന്നിയിട്ട് ഇത് സിനിമയല്ലേ, ഉം. നമുക്ക് എല്ലാം നമ്മൾ ഇന്ന് വേഷം ചെയ്യാൻ പറ്റുന്നതല്ലോ, ഉം, ഉം, നമുക്ക് ഉം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ആ. അങ്ങനെ ഓക്കെ പറഞ്ഞു. അവരന്നേരം തന്നെ ടിക്കറ്റ് എടുത്തു. തിരിച്ച് അല്ല, ചെന്നൈയിൽ പോയി. ചെന്നൈയിൽ ഗോകുലം ഗോപാൽ അവരെ സ്റ്റുഡിയോ ആയിരുന്നു. അവിടുന്ന് അത് ചെയ്തു. ഉം, തിരിച്ചു വന്നു. ഉം. പക്ഷെ ആ സിനിമ ഭയങ്കരമായിട്ട് എൻ്റെ ആ സീന് വല്ലാതെ വൈറലായി. അതെ. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ അങ്ങനെയുള്ള ഒരാളായി കാണാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ, ആ ആ, ആ, അവിടുത്തെ മെസ്സേജിൽ വരുന്ന നമുക്കറിയാലോ. ആ. നമ്മൾ പോലീസല്ലേ. നമുക്ക് പറയുന്ന മെസ്സേജ് വാട്സപ്പിൽ വരുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന കമൻറ്റുകൾ അങ്ങനെ വരുമെന്ന് നമുക്കറിയാലോ. പക്ഷെ എന്നാലും ആ റോള്, ആ കഥാപാത്രത്തിന് ഞാൻ നല്ല രീതിയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എന്നോട് നടന്നെന്നെ വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉം, 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 ഉം. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി ഏതൊക്കെയാ വരാനിരിക്കുന്ന ഇനി സിനിമ? ഞാനീ പറഞ്ഞ ലാലേട്ടൻ്റെ മകളെ ഉം, തുടക്കം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഫ്രൈഡേ ഫിലിംസിൻ്റെ ഒരു പടമുണ്ട്. ഉം, ഇന്ദ്രജിത് സുകുമാരനും ഇന്ദ്രൻ ചേട്ടനെല്ലാം അവരെ ഒരു പടമുണ്ട്. പിന്നെ ഒരു ആന്തോളജി ഫിലിം. ഉം, 3 ഉം, ഇറങ്ങാനുണ്ട്. പിന്നെ ഇനി കുറച്ചിങ്ങനെ ഓഫർ വന്നിട്ടുണ്ട്. ഉം, ഉം, അപ്പോൾ ജൂൺ, ജൂലൈ മാസങ്ങളിൽ അതും കൂടി ചെയ്യണം. ഉം, ഉം. എന്നിട്ട് ഞാനീ പറഞ്ഞ കുറേ പ്രതീക്ഷകളുണ്ട്. പുതിയ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്കുള്ള പ്രതീക്ഷകൾ. അതെല്ലാം സക്സസ് ആക്കണം. ഉം. ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചെണ്ട ഇനി എത്ര ദൂരം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ചെണ്ട കിട്ടിയ സമയത്തെല്ലാം ചെയ്യും. ഞാനിപ്പോഴും പോലീസിൽ വന്നതിന് ശേഷവും ഞാൻ പോവാറുണ്ട്. ഉം. പിന്നെ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പോവാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ആൾക്കാർ മറ്റ് പല രീതിയിലാണ് കാണുന്നത്. അവര് സിനിമയിൽ നിന്നുണ്ടാക്കുന്ന പൈസ പോരാ, ചെണ്ടക്കും കൂടി പൈസ വേണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസയല്ല. അതെ, നമ്മളൊരു അതെ, അതെ. കല എന്നുള്ളതാണ്. ഞാൻ 84 ഈ പറയുന്ന അമ്പലത്തിന്ന് കൊട്ടി പഠിച്ചതാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരാൾ ചെറുതാഴം കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പം ഡൽഹിയിലാണ്. പിന്നെ ഒരാൾ ഇതിന് തൊട്ട് അപ്പുറമുള്ള ചെറുതാഴം ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പട്ടണ ശങ്കരൻകുട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പരിപാടിക്കെല്ലാം പോയിട്ടുണ്ട്. ഈ കല എന്ന് പറഞ്ഞപ്പോഴാണ് ഒപ്പനയും കളിച്ചിട്ടുണ്ടല്ലേ ഒപ്പന ജീവിതത്തില്? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അത് കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഈ ഒപ്പന കളിക്കാനുള്ള ധൈര്യം എങ്ങനെയാ ഉണ്ടായത്? അല്ല, ആ ഒപ്പന നമ്മൾ പോലീസിൻ്റെ ഇതിൽ കളിച്ചതാ. ആ, നമ്മൾ പുറത്തല്ല. ആ. പോലീസിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് പീരീഡെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിന് നമ്മളെല്ലാം കൂടി ആസൂത്രണം ചെയ്യും. ഉം, അങ്ങനെ എൻ്റെ സഹപ്രവർത്തകരുണ്ട്. രാജീവ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അപ്പോൾ അവനാണ് അതിൻ്റെ സ്ക്രിപ്റ്റെല്ലാം എഴുതി. ഉം, സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാൾ, കൃഷ്ണൻ കൊട്ടിലക്കണ്ടി. അങ്ങനെ ഞാൻ അങ്ങനെ ശ്രീനിവാസൻ വയനാടുള്ള, അങ്ങനെ കുറച്ച് പോലീസുകാർ കൂടി അങ്ങനെ ചെയ്തു. ചെയ്തു. അങ്ങനെ ഒരു ഒപ്പന ഒരു ക്ലാസ്, ഒരു കോമഡി ഒപ്പനയാണ്. ശരിയായ ഒപ്പനയല്ല. ഒരു കോമഡി ഒപ്പനയാണ്. അങ്ങനെ അത് നല്ല രീതിയിൽ പോലീസിലെ എല്ലാ ആൾക്കാർക്കും ഇപ്പം ആ ഒപ്പനേൻ്റെ ആ. ആ വരികൾ പറയുമ്പോൾ എന്നെ മനസ്സിലാവും. ഞാനത് അങ്ങനെ അങ്ങനെ എന്തായിരുന്നു ആ വരികൾ ഓർമ്മയുണ്ടോ? അല്ല അത് അതിപ്പോ പറയുന്നില്ല. അത് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ, അത് ഇതാണ്. പക്ഷെ ഇപ്പം നമുക്ക് അത് ഒപ്പന ചെയ്യാൻ പറ്റില്ല. ആ, ആ. കാലഘട്ടം മാറി. പണ്ടത്തെ അവസ്ഥയല്ല. അതായത് ഇപ്പോഴത്തെ കാലഘട്ടം മാറി. ഉം, പക്ഷെ അത് നല്ലൊരു കോമഡി, ഒരു നല്ല രീതിയിലുള്ളൊരു കോമഡി സ്കിറ്റായിരുന്നു. ഉം, ഉം. അത് നമ്മളെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള 908 ആളെ ഒരുമിച്ചുള്ള ഒരു ബാച്ചായിരുന്നു. ഓ, ഓക്കെ, അപ്പോൾ ഓക്കെ. അതുകൊണ്ട് ഈ ഈ ഇവരുള്ള സമയത്താണ് ഈ ഒപ്പന ചെയ്യുന്നത്. ഓ. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ളവരുള്ള ഈ 93 ബാച്ചുകാർക്ക് അറിയാൻ പറ്റും. ഓ, ഓ. അപ്പോൾ എൻ്റെ ഒപ്പനേൻ്റെ ഈ വരികൾ പറയുമ്പോൾ ഞാനാന്ന് പറയും. അതാണ് കോഡ് വാക്കല്ലേ? അതാണ്. ഒപ്പന കളിച്ചിട്ടുള്ള ചെണ്ട കൊട്ടാൻ അറിയാവുന്ന സിനിമയിൽ അഭിനയിക്കുന്ന പോലീസുകാരനായ ഒരു മനുഷ്യൻ. അതെ, അതെ, അതൊരുപാട് വിശേഷണങ്ങളാണ്. അതെ, ഒരുപാട് രസകരമായിട്ടുള്ളൊരു ജീവിതരേഖയല്ലേ. അതെ, അതെ. അങ്ങനെ ഒരു ജീവിതം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും തുടർന്നും അങ്ങനെ സാധിക്കട്ടെ. ഇനി അങ്ങോട്ട് മുഴുവൻ സമയ വാദ്യകലാകാരനും മുഴുവൻ സമയ സിനിമാ നടനും ആവാൻ അതെ, പറ്റട്ടെ. അതെ, നേരത്തിന് ഒരുപാട് നന്ദി. അതെ, നല്ല അതെ. നമസ്കാരം. എന്നെ ഇത്ര നേരം എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച ഈ മൂവി വേൾഡിൻ്റെ ഓഡിയൻസിനും ഈ മൂവി വേൾഡിൻ്റെ അണിയറ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.